നമസ്കാരം. കേരള സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകം. അഭിമാനം പോകാതിരിക്കാനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി യാതൊരു ദയയുമില്ലാതെയാണ് രണ്ട് കുട്ടികളെയും ആ അമ്മ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ലോകം അറിയാതെ പോകേണ്ട ഈ കൊലപാതക കഥ ലോകത്തെ അറിയിച്ചത് കുഞ്ഞുങ്ങളുടെ സ്വന്തം അച്ഛൻ പിതൃസ്നേഹം കൊണ്ടല്ല, മറിച്ച് അനീഷയോടുള്ള സംശയവും വൈരാഗ്യവും കൊണ്ട് മാത്രമാണ് ഭവിൻ എന്നയാൾ അത് തുറന്ന് പോലീസിനോട് പറഞ്ഞത്. പ്രമാദമായ അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് വേണം കരുതാൻ. അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങുമ്പോൾ ഇരുവരുടെയും കുടുംബത്തിന്റെ പ്രേരണയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയിൽ വരും. DNA പരിശോധന അടക്കമുള്ള നിർണായക കാര്യങ്ങൾ വരുന്നതേയുള്ളൂ. ഈ കേസ് തെളിയിക്കാൻ ഇത് അനിവാര്യതയായി മാറും. അമ്മ അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നാണ് മൊഴി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും പ്രതിക്ക് സഹായകരമായിരുന്നു. വീട്ടിലെ ശുചിമുറിയിലാണ് ആദ്യത്തെ പ്രസവം നടന്നത്. ഇതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയൽവാസിയുടെ മൊഴിയും കേസിൽ നിർണായകമാകുമെന്നറിയാം. ഭവിനും അനീഷയും കുറ്റസമ്മതം നടത്തിയെങ്കിലും ശാസ്ത്രീയ തെളിവുകൾക്കാണ് ഇനി പ്രാധാന്യം വരുന്നത്. വിചാരണ കാലയളവിലാണ് ഇത് നിർണായകമാകുന്നത്. അനീഷയുടെ അമ്മയ്ക്കും നേരത്തെ തന്നെ എല്ലാം അറിയായിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവൊന്നും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. നവജാത ശിശുക്കളെ കൊല്ലാനുള്ള തീരുമാനം പെട്ടെന്നെടുത്തതല്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് അനീഷയും ഭവിനും സംസാരിച്ചിരുന്നുവെന്നും പോലീസ് തിരിച്ചറിയുന്നുണ്ട്. ചില സംശയങ്ങൾ ചിലരുമായി സംസാരിച്ച് വ്യക്തതയും വരുത്തി. സംഭവമൊന്നും പുറത്തറിയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഇനി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടമാണ്. കുറ്റസമ്മത മൊഴിയിൽ വരാത്ത പ്രതികളെ കണ്ടെത്തുകയാണ് ഇനിയുള്ള പോലീസ് ലക്ഷ്യം. ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവം 4 വർഷം മറച്ചു പിടിച്ചെങ്കിലും കഴിഞ്ഞ 6 മാസമായി ഭവിനും അനീഷയ്ക്കും ഇടയിലുണ്ടായ പിണക്കമാണ് ഇത് പുറത്തറിയാൻ കാരണമായത്. അനീഷ തന്നെ ഒഴിവാക്കുമോ എന്ന ചിന്തയ്ക്കൊപ്പം താൻ അറിയാതെ മറ്റൊരു ഫോൺ അനീഷ ഉപയോഗിക്കുന്നു എന്ന വിവരവും ഭവിനിൽ ആശങ്കയുണ്ടാക്കി. ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റവും നടന്നു. തുടർന്നാണ് ഇയാൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തുറന്നു പറഞ്ഞത്. പോലീസ് കുഴികളിൽ നിന്ന് ശേഖരിച്ച അസ്ഥികൾ ഇവരുടെ കുട്ടികളുടേതാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന വേണം. ഇതിന് അതിവേഗ നടപടികളെടുക്കും. രണ്ടാമത്തെ പ്രസവത്തെക്കുറിച്ച് അനീഷയുടെ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അറിയില്ല എന്ന അമ്മയുടെ വാദം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല പോലീസ്. 2 മുറികളുള്ള ചെറിയ വീട്ടിൽ 2 തവണ യുവതി പ്രസവിച്ചു എന്നത് അസ്വാഭാവികമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. PCODയും ഹോർമോൺ വ്യതിയാനവും ഉള്ളതിനാലാണ് ശരീരം തടിക്കുന്നത് എന്നാണ് അമ്മയോട് അനീഷ പറഞ്ഞിരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള അമ്മയെ പറ്റിച്ചു എന്നാണ് അനീഷ പറയുന്നത്. വയറ് പുറത്തറിയാതിരിക്കാൻ തുണി ചുറ്റിയായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. 2 കൊലപാതകങ്ങളിൽ പ്രത്യേകം FIR ആണ് സമർപ്പിച്ചിട്ടുള്ളത്. കൊലപാതകം, ഗൂഢാലോചന, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് തന്നെ കേസിൽ നിലവിൽ പോലീസിന് വെല്ലുവിളികളൊന്നുമില്ല. എന്നാൽ കോടതിയിൽ കേസ് തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണ്. 2021 അനീഷയുടെ ആദ്യത്തെ പ്രസവം. വയറിൽ തുണി കെട്ടിവെച്ച് ഗർഭാവസ്ഥ മറച്ചുവെച്ചു. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത്. എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടു. 2024 രണ്ടാമത്തെ പ്രസവം. യുവതിയുടെ വീട്ടിലെ മുറിക്കുള്ളിലാണ് ഈ പ്രസവം നടന്നത്. തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. ആദ്യ കുട്ടിയുടെ അസ്ഥികൾ അനീഷ തന്നെയാണ് 8 മാസത്തിന് ശേഷം ഭവിന് എത്തിച്ചു നൽകുന്നത്. ഭവിൻ ഇത് തോട്ടിൽ വെച്ച് കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മാതാപിതാക്കൾക്ക് ദോഷം വരാതിരിക്കാൻ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അനീഷയിൽ നിന്ന് ഭവിൻ അസ്ഥി വാങ്ങിയത്. എന്നാൽ അനീഷ തന്നെ വിട്ടുപോകാതിരിക്കാനുള്ള പിടിവള്ളിയായിട്ടാണ് ഭവിൻ ഈ അസ്ഥി സൂക്ഷിച്ചത്. 2021 നവംബറിൽ ആദ്യത്തെ പ്രസവം നടക്കുമ്പോൾ അനീഷയുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു. ശുചിമുറിയിൽ പ്രസവിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടിയെ മറവ് ചെയ്തു. ഈ സംഭവം അയൽവാസിയായി ഗിരിജ കണ്ടതായി അനീഷയ്ക്ക് മനസ്സിലായതായാണ് അസ്ഥികൾ ശേഖരിക്കാനുള്ള പ്രധാന കാരണം. ഗിരിജ ഇക്കാര്യം ചിലരോട് സംസാരിച്ചറിഞ്ഞ അനീഷയും സഹോദരനും അവരുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി. അപവാദം പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ പരാതിയും നൽകി. പരാതിയിൽ പോലീസ് ഇടപെടുകയും ചെയ്തു. ഇതോടെയാണ് അസ്ഥികൾ മാറ്റിയത്. പ്രസവത്തിന് 8 മാസത്തിന് ശേഷമായിരുന്നു ഇത്. ആദ്യത്തെ പ്രസവത്തിന് ശേഷം ഭവിൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കർമ്മം ചെയ്യാൻ അസ്ഥി സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. 2024 ഓഗസ്റ്റ് 29 രണ്ടാമത്തെ കുട്ടി ജനിച്ചത് അനീഷയുടെ സഹോദരന്റെ മുറിയിൽ വെച്ചായിരുന്നു. ശിശുവിന്റെ ചിത്രം അനീഷ ഫോണിൽ എടുത്തിരുന്നു. കുട്ടി കരഞ്ഞതോടെ മുഖം പൊത്തിപ്പിടിച്ച് കൊല്ലുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം മുണ്ടിൽ പൊതിഞ്ഞ മുറിയിലെ കോൺക്രീറ്റ് തട്ടിൽ വെച്ചു.
പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സഞ്ചിയിലിട്ട് സ്കൂട്ടറിൽ ആമ്പല്ലൂരിലേക്ക് കൊണ്ടുവരുന്നത്. ഭവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. വീടിന് സമീപമുള്ള റോഡിൽ വെച്ചാണ് മൃതദേഹമുള്ള സഞ്ചി ഭവിൻ വാങ്ങിയത്. തുടർന്ന് നെന്മണിക്കരയിലെ അമ്മയുടെ വീടിനോട് ചേർന്നാണ് ഇത് കുഴിച്ചിട്ടത്. 4 മാസത്തിന് ശേഷമാണ് കുഴിയിൽ നിന്ന് കൈകാൽ അസ്ഥിയും തലയോട്ടിയുടെ ഭാഗങ്ങളും ശേഖരിച്ചത്. അനീഷ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ ഫോണിൽ ആദ്യത്തെ കുട്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നുവെന്ന് ഭവിൻ മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടാമതൊരു ഫോൺ ഉപയോഗിക്കുന്നത് ഇയാൾ വിലക്കിയിരുന്നു. എന്നാൽ ഈ വർഷം ജനുവരിയിലാണ് ഫോൺ ഉപയോഗിക്കുന്ന കാര്യം ഭവിൻ അറിയുന്നത്. ഇതിനെ തുടർന്ന് വലിയ വാക്കുതർക്കം വരെ ഇവർ തമ്മിൽ ഉണ്ടായി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഭവിൻ വിളിച്ചപ്പോൾ അനീഷ ഫോണിൽ ബിസിയായിരുന്നു. ഇത് ഇയാളുടെ സംശയം കൂട്ടി. തുടർന്നാണ് അമിതമായി മദ്യപിച്ച പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത്.